ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജംഷിദ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇലക്ഷൻ അവലോകനവുമായിട്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലം കാലങ്ങളായിട്ട് VM സുധീരൻ തൻ്റെ സ്വന്തം മണ്ഡലമായി കൊണ്ടു നടന്നിരുന്ന ഒരു മണ്ഡലമാണ്. പിന്നീട് കുറച്ച് ടേമുകളായിട്ട് ഇടതുപക്ഷമാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. സുധീറിന് ശേഷം UDFിൻ്റെ പോൾസൺ മാസ്റ്റർ, അതുപോലെ തന്നെ മാധവൻ, അങ്ങനെയുള്ളവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സ്വഭാവമാണ്. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDF അവരുടെ സ്ഥാനാർത്ഥിയെ ഓൾറെഡി നിർണയിച്ചു കഴിഞ്ഞു. രവീന്ദ്രൻ സാറാണ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ CSS കോർഡിനേറ്റർ ആയിരുന്നു രവീന്ദ്രൻ സാറ്. അങ്ങനെ അടുത്ത് ഇടപഴകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹവുമായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ പുതുക്കാട് മണ്ഡലത്തിൽ ആയിരുന്നു ഞങ്ങളുടെ CSS വർക്ക്. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിൽ പോവുകയും അദ്ദേഹത്തിനുള്ള ജനസമ്മതി ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് രവീന്ദ്രൻ സാറ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. UDFിന്റെ സ്ഥാനാർത്ഥിയെ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. എങ്കിലും TN പ്രതാപൻ അദ്ദേഹമായിരിക്കും UDFിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറെക്കുറെ ഒരു നിഗമനം. BJPക്ക് വേണ്ടി പല പ്രാവശ്യങ്ങളായി സംസ്ഥാന നേതാക്കൾ തന്നെ മത്സരിച്ചിട്ടുള്ള ഒരു സീറ്റാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് മണലൂർ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് സുരേഷ് ഗോപി ആയിരുന്നു, BJP ആയിരുന്നു. എങ്കിലും ഇലക്ഷൻ പാറ്റേണിലുള്ള ഒരു വ്യത്യാസം, കാരണം പാർലമെന്റിലേക്കുള്ള ഒരു പാറ്റേൺ ആയിരിക്കില്ല നിയമസഭയിലേക്ക്. അതുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് പോകാൻ തന്നെയാണ് സാധ്യത. സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടില്ല. സുരേഷ് ഗോപി എന്നുള്ള ഒരു ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സ്ഥാനം മണലൂർ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും LDFും UDFും തമ്മിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ. TN പ്രതാപനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനസമ്മതി ഉള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ, തൃശ്ശൂർ ജില്ലയുടെ തീരദേശ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം പഴയ പോലെ ഇല്ലെങ്കിൽ പോലും എഴുതി തള്ളാനാവാത്ത ഒരു ശക്തിയാണ് TN പ്രതാപൻ. നമുക്കറിയാം, നാട്ടിക മണ്ഡലത്തിൽ അദ്ദേഹം തുടർച്ചയായി വിജയിക്കുകയും പിന്നീട് നാട്ടിക ഒരു സംവരണ മണ്ഡലമായപ്പോൾ കൊടുങ്ങല്ലൂരേക്ക് മാറുകയും അവിടെയും വിജയിച്ചു വരികയും ചെയ്തു. ഏറ്റവും അവസാനം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുകയും വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ആ ഒരു സമയത്ത് നേതൃത്വം നൽകിയ ഒരു വാഗ്ദാനമാണ് മണലൂർ മണ്ഡലം എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുവരെയായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടില്ലെങ്കിലും പ്രതാപൻ തന്നെ ആയിരിക്കും മണലൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. ഇനി നമുക്ക് ഈ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDFും LDFും മാറി മാറി വിജയിച്ച ഒരു മണ്ഡലമാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ എങ്ങനെയാണ് മണ്ഡലം ചിന്തിക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഈ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പാവർട്ടി പഞ്ചായത്ത്, അതുപോലെ തന്നെ വെങ്കിടങ്ങ് പഞ്ചായത്ത്, പിന്നെ പഴയ തൈക്കാട് പഞ്ചായത്ത്, ഇപ്പോഴത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണെങ്കിലും മണലൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് തൈക്കാട് പഞ്ചായത്തിന്റെ, പഴയ തൈക്കാടിന്റെ ഭാഗം. ഈ ഒരു 3 പ്രദേശങ്ങൾ UDFിന് മേൽക്കൈയുള്ള ഒരു പ്രദേശങ്ങളാണ്. നേരെ മറിച്ച് LDFിന് മേൽക്കൈയുള്ള പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മണലൂർ പഞ്ചായത്ത്, എളവള്ളി പഞ്ചായത്ത്, അങ്ങനെ ഉള്ള ചൂണ്ടൽ പഞ്ചായത്ത്, അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. രാഷ്ട്രീയ വോട്ടുകളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വോട്ടുകളിൽ LDFിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം. പക്ഷേ നമുക്ക് ഈ സ്ഥാനാർത്ഥികളിലേക്ക് നമുക്ക് വരാം. പക്ഷേ അപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. ഇനി നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളുടെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും തമ്മിൽ നോക്കാം. ആദ്യം തന്നെ നമുക്ക് രവീന്ദ്രൻ സാറിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. രവീന്ദ്രൻ സാർ വരുന്നത് പുതുക്കാട് ഭാഗത്തു നിന്നാണ്. ഈ ഒരു മണ്ഡലത്തിലെ വോട്ടറല്ല അദ്ദേഹം. തൃശ്ശൂർ ജില്ലയുടെ കുറച്ചുകൂടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തിൽ നിന്നാണ് രവീന്ദ്രൻ സാർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള ആ ഒരു സ്വാധീനം, പുതുക്കാട് ആ മേഖലകളിലുള്ള ആ ഒരു സ്വാധീനം മണലൂർ മേഖലകളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്.
അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി എന്നുള്ള നിലയിൽ, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ടൈമിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ ആ ഒരു രാഷ്ട്രീയ ബോധം, ആ ഒരു അഴിമതിരഹിതനായിട്ടുള്ള ഒരു വ്യക്തി, ജനങ്ങളിലേക്ക് അടുത്ത് ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൻറ് തോമസ് കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിഷ്യവലയം, അതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇനി TN പ്രതാപനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രതാപൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തീരദേശ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, ന്യൂനപക്ഷ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, പഴയ ആ ഒരു സ്വാധീനം ഇല്ലെങ്കിലും നാട്ടികയിലൊക്കെ നിന്ന് മത്സരിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഇമേജ് ചെറിയ കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും തീരദേശ മേഖലകളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ ശക്തനാണ്. പിന്നെ അദ്ദേഹം നല്ലൊരു അഭ്യാസിയാണ്. ഇലക്ഷൻ ജയിക്കാനുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ അദ്ദേഹത്തിന് അറിയാം. പലതരം അഭ്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വശത്തുണ്ട്. അതൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ്. അദ്ദേഹത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, TN പ്രതാപൻ എന്ന് നമ്മളൊരു 10 വർഷം മുന്നേ കേൾക്കുമ്പോഴുള്ള ഒരു പ്രതാപൻ്റെ ഒരു പ്രതിച്ഛായയല്ല ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് പല പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട്. ആ ഒരു പഴയ ആ ഒരു ഗ്ലാമർ അദ്ദേഹത്തിന് ഇപ്പോഴില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പല എതിർപ്പുകളും ഈ മണലൂർ മേഖലകളിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാവട്ടി പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതിലേക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ആര് ജയിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക കുറച്ച് പ്രയാസമാണെന്നുണ്ടെങ്കിലും, എൻ്റെ ഒരു രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ രണ്ടുപേരും ബലാബല ശക്തികളാണ്. എങ്കിലും ചെറിയൊരു അഡ്വാൻറ്റേജ് പ്രതാപനാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ വോട്ടുകൾ മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി വിജയിക്കാവുന്ന മണ്ഡലമാണ് മണലൂരെങ്കിലും പേഴ്സണലി കിട്ടുന്ന വോട്ടുകൾ, പ്രതാപന് കിട്ടുന്ന വോട്ടുകൾ, അത്ര തന്നെ പേഴ്സണൽ വോട്ടുകൾ രവീന്ദ്രൻ സാറിന് സമാഹരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത്. പ്രതാപനല്ല വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും LDF ആവുമായിരുന്നു. പ്രതാപനെ തോൽപ്പിക്കാൻ രവീന്ദ്രൻ സാറിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആയിരിക്കാം, അല്ലാതിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ എഴുതി അറിയിക്കുക. ബൈ ഫോർ നൗ, ദിസ് ഇസ് ജംഷീദ്.